നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് തുടങ്ങാം. നോക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് പറയും. അപ്പൊ രണ്ടു തരം പലിശകൾ. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിങ് ടേം ആണ്. അതായത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം ആണ്, ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേം ആണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയും. അപ്പൊ എന്താണ് പലിശ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബാങ്കിങ് ടേം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അതൊരു ബാങ്കിങ് ടേം ആണ്. പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ്, അല്ലെങ്കിൽ അവരുടെ വരുമാനമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ രണ്ടു തരം ഇൻട്രസ്റ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, രണ്ടാമതൊന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഒരു ബാങ്ക് എനിക്ക് 10% പലിശ തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് ഇതാ ഇത്രയേ ഉള്ളൂ. 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം എത്ര രൂപ ജനറേറ്റ് ചെയ്യും? 10 രൂപ ജനറേറ്റ് ചെയ്യും. അതായത് ഒന്നെങ്കിൽ ഞാൻ ആ ബാങ്കിലേക്ക് 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാകാം, അതല്ല എങ്കിൽ ബാങ്ക് എനിക്ക് 100 രൂപ കടം തരുന്നതാകാം. അപ്പൊ ഞാൻ 100 രൂപ ഞാൻ ചുമ്മാ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലെ. അല്ലെങ്കിൽ ബാങ്ക് എനിക്ക് 100 രൂപ പ്രത്യേകിച്ച് വെറുതെ വന്നു കഴിഞ്ഞാൽ, അതായത് 100 രൂപ തന്നു, ഇത്ര സമയത്തുള്ളിൽ തിരിച്ച് 100 രൂപ അടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ബാങ്കിന് ലാഭമൊന്നുമില്ല. അപ്പൊ എന്താണ്, ബാങ്കിന് ലാഭം തരണമെങ്കിൽ ആ ഒരു എമൗണ്ടിന്റെ പുറത്ത്, അതായത് എനിക്കൊന്നെങ്കിൽ ലോൺ തരുന്ന എമൗണ്ടിന്റെ പുറത്ത്, അതല്ല എങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ പുറത്ത് ഒരു അഡീഷണൽ എമൗണ്ടും കൂടെ എനിക്ക് തരണം. ആ തരുന്ന അഡീഷണൽ എമൗണ്ടിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബാങ്കിൽ ഞാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴോ, അതല്ല എങ്കിൽ ബാങ്ക് എനിക്ക് കടം തരുമ്പോഴോ, എനിക്ക് തരുന്ന എമൗണ്ട് എത്രയാണോ, അല്ലെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ, അതിന്റെ മുകളിൽ ഒരു നിശ്ചിത ശതമാനം അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യും. ആ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 10% ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 100 രൂപ ഞാൻ കടം വാങ്ങുന്നു, അതിന്റെ മുകളിൽ 10% എന്താകുന്നുണ്ട്? പലിശയാകുന്നുണ്ട്. 10% എന്താകുന്നുണ്ട്? പലിശയാകുന്നുണ്ട്. അപ്പോ ആ വർഷാവസാനം എനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 100 രൂപ തന്നെയാണോ കിട്ടുന്നത്? അല്ല. ആ 100 രൂപയുടെ കൂടെ അതിന്റെ മുകളിൽ ആഡ് ചെയ്യപ്പെട്ട 10% പലിശയും കൂടെ ചേർത്തിട്ട് 110 രൂപയാണ്. അതായത് 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ കിട്ടൂടെ? 110 രൂപ കിട്ടും അല്ലെ. അതല്ല എങ്കിൽ 100 രൂപ കടം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എത്ര രൂപ അടച്ചു തീർക്കണം? 110 രൂപ തിരിച്ചടക്കണം. അപ്പൊ അഡീഷണൽ ആയിട്ട് വരുന്ന എമൗണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഈ ഒരു എമൗണ്ട്, അതിനെ എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വിളിക്കും. എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്? അതേപോലെ തന്നെ വേണ്ട ഈ ഒരു എമൗണ്ട്, അതായത് അവസാനം കിട്ടിയ എമൗണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? എമൗണ്ട് എന്ന് വിളിക്കും. ഫൈനൽ എമൗണ്ട് എന്ന് വിളിക്കും. ഈ 10 രൂപ അതിനെ വിളിക്കുന്ന പേരാണ് എന്റെ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കും. എന്താണ്? എന്റെ ഇൻട്രസ്റ്റ്. അതായത് എന്റെ ഫൈനൽ എമൗണ്ട് എന്താണ് മക്കളെ? എന്റെ ഫൈനൽ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈനൽ എമൗണ്ട് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എന്റെ ഫൈനൽ എമൗണ്ട്? എന്റെ പ്രിൻസിപ്പൽ എത്രയാണോ, പ്രിൻസിപ്പൽ പ്ലസ് എന്റെ ഇൻട്രസ്റ്റ്, അതായത് എന്റെ മുതലും പലിശയും കൂടെ ചേർത്തതാണ് എന്റെ അവസാനം എനിക്ക് കിട്ടുന്ന ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? എന്റെ പ്രിൻസിപ്പൽ എത്രയാണോ അതേ പ്ലസ് ഒരു വർഷം എനിക്കാവുന്ന ഇൻട്രസ്റ്റ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? എന്റെ ഫൈനൽ എമൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണെന്ന് വിചാരിക്കുക. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് N ഇയറിലേക്കാണെന്ന് വിചാരിക്കുക. ഒരു കൊല്ലം എന്റെ പലിശ 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് SI എന്ന് പറയുന്നത് എത്രയാണ്? PNR/100 ആണ് അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? PNR/100 ആണ്. ഇനി നോക്കുക, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ മുകളിലാണ്. എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾവേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ പുറത്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഡെപ്പോസിറ്റ് എത്രയാണോ, അതല്ല എങ്കിൽ നമ്മുടെ മുതൽ എത്രയാണോ അതിന്റെ മുകളിലായിരിക്കും നമ്മൾ സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇൻട്രസ്റ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. അതെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ട്? നമ്മൾ അപ്പുറത്തോട്ട് പോകാൻ നേരത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്ത് ആ ഒരു കോൺസെപ്റ്റ് മാറും. അവിടെ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ മുകളിൽ മാത്രമല്ല ഇൻട്രസ്റ്റിന്റെ മുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് ചേർക്കുന്നു.
ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഇൻട്രസ്റ്റിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ പുറത്ത് മാത്രമേ ഞാൻ അവിടെ പലിശ ചുമത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് ഇതാ ഇത്രയേ ഉള്ളൂ. സപ്പോസ് എത്രയെങ്കിലും ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്, 10% പലിശക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് ഒരു 4 ഇയേഴ്സിലേക്കാണ് എനിക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. എന്താണ് 10% പലിശയ്ക്ക് എത്രയെങ്കിലും ഒരു എമൗണ്ട് ഞാൻ എത്ര ഇയറിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 4 കൊല്ലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. എത്ര കൊല്ലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 4 കൊല്ലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട്. ഇങ്ങനെ 4 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇയറിൽ എനിക്ക് എത്ര രൂപ പലിശ ജനറേറ്റ് ചെയ്യും? 100ന്റെ 10%. എത്ര രൂപയാണ്? 10 രൂപയാണ് പലിശയായിട്ട് അവിടെ ജനറേറ്റ് ആവുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് വന്നു. സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോൾ വീണ്ടും എത്രയാണ്? 10%. അത് എന്തിനാണ് ജനറേറ്റ് ആവുന്നത്? ഞാൻ എത്രയാണോ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് അത്രയും എമൗണ്ട് ആണ് അവിടുത്തെ എന്താ പലിശ. അതിന്റെ മുകളിൽ മാത്രമാണ് 10%, അതായത് 10 റുപ്പീസ്. മൂന്നാമത്തെ കൊല്ലം വരുമ്പോഴും എത്ര തന്നെയാണ്? ആ ഇൻട്രസ്റ്റിൽ തന്നെ 10%, ദാറ്റ് ഈസ് 10 റുപ്പീസ്. ഇവിടെ എത്ര തന്നെയാണ്? നാലാമത്തെ കൊല്ലവും 100ന്റെ മുകളിൽ 10%, എത്രയാണ്? 10 റുപ്പീസ്. അതായത് ഓരോ കൊല്ലവും അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഓരോ കൊല്ലത്തെയും ഇൻട്രസ്റ്റിന് എന്തില്ല? മാറ്റം ഇല്ല എന്നാണ്. അങ്ങനെ മൊത്തം 4 കൊല്ലവും കൂടി എന്താണ്? മൊത്തം 4 കൊല്ലവും കൂടി എത്ര രൂപയാണ് ആയത്? 40 രൂപയാണ് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓരോ 10 കൊല്ലം വീതം 40 രൂപയാണ് 4 കൊല്ലവും കൂടെ ആയത്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ എത്രയാണ് അവിടുത്തെ പലിശ ശതമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കുക, മൊത്തം 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അതിൽ 4 കൊല്ലം കൊണ്ട് ജനറേറ്റ് ആയത് 40 രൂപ. അങ്ങനെയാണ് എങ്കിൽ എത്ര ശതമാനമാണ് മൊത്തം പലിശ എന്ന് പറയുന്നത്? 40%. എന്താണ് മൊത്തം പലിശ? എത്രയാണ്? 40%. അതെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഒരു വർഷം 10%. അങ്ങനെ എത്ര കൊല്ലം? 4 കൊല്ലം. അങ്ങനെ മൊത്തം ടോട്ടൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 40%. ക്ലിയർ ആണോ? പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെറിയ മാറ്റങ്ങൾ വരും. സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് ഒരു കൊല്ലത്തെ പലിശ ശതമാനം ഉണ്ടെങ്കിൽ മൊത്തം ഇപ്പൊ 4 കൊല്ലമാണെങ്കിൽ 4 കൊല്ലം, അല്ലെങ്കിൽ 5 കൊല്ലമാണെങ്കിൽ 5 കൊല്ലം, ഓരോ കൊല്ലവും ജനറേറ്റ് ചെയ്യുന്ന പലിശ എന്താണ്? സെയിം എമൗണ്ട് തന്നെയാണ്. അങ്ങനെ മൊത്തം പലിശ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ മൊത്തം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കൊല്ലം എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ്, ഇവിടുത്തെ കേസിൽ 10%. അങ്ങനെ 4 കൊല്ലം, അപ്പൊ എത്രയാണ്? 40%. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോടെ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് പോകാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: സം ഓഫ് മണി ലെൻഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് amount to rupees 880 in 2 years and to rupees 920 in 3 years. The sum of money എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സം ഓഫ് മണി എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നോക്കുക, എത്രയോ ഒരു മണി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, കടമെടുത്തു. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കടമെടുത്തത്. ആദ്യത്തെ 2 കൊല്ലം കൊണ്ട് അത് എത്ര രൂപയായിട്ട് മാറി? 880 രൂപയായിട്ട് മാറി. ആദ്യത്തെ 3 കൊല്ലം കൊണ്ട് 920 രൂപയായി. അങ്ങനെയാണ് എങ്കിൽ സം ഓഫ് മണി ഇൻ റുപ്പീസ്, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, 2 കൊല്ലം കൊണ്ട് 880 രൂപയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 880 രൂപ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് അതിന്റെ മുതല് പ്ലസ് 2 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്താണ്? 2 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ 880 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് പി പ്ലസ് 2 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി 3 കൊല്ലത്തെ കേസ് എടുക്കുക. 3 കൊല്ലം കൊണ്ട് എത്ര രൂപയായി? 920 രൂപയായി അല്ലെ? ആ 920 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? അതിനർത്ഥം പ്രിൻസിപ്പൽ എമൗണ്ട് പി പ്ലസ് 3 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് അല്ലെ? എത്രയാണ്? 3 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോ 2 കൊല്ലം കൊണ്ടുണ്ടായ ടോട്ടൽ എമൗണ്ട്, ഇത് ടോട്ടൽ എമൗണ്ട് ആണേ. 2 കൊല്ലം കൊണ്ടുണ്ടായ ടോട്ടൽ എമൗണ്ട് 880 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 2 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്.
3 കൊല്ലം കൊണ്ടുണ്ടായ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കൊല്ലം ആദ്യത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 3 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോ ഈ 2 കൊല്ലത്തെ എമൗണ്ടും 3 കൊല്ലത്തെ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഈ 2 കൊല്ലത്തെയും 3 കൊല്ലത്തെയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 40 രൂപ കിട്ടും അല്ലെ? 920 മൈനസ് 40, 880 എത്രയാണ്? 40 രൂപ. ഈ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താണ്ടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് താണ്ടെ ഈ പിയും കൂടെ കട്ടായി പോകും അല്ലെ? 3SIയിൽ നിന്നും 2SI മൈനസ് ചെയ്യുമ്പോൾ എന്താകും? സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്ര കൊല്ലത്തെ? 1 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. എന്താണ്? അടുത്തടുത്തുള്ള 2 കൊല്ലങ്ങളിലെ ടോട്ടൽ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, ഇവിടുത്തെ 3 years ആണ്, 2 year ആണ്, നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണ്? അവിടുത്തെ 1 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എത്രയാണ്? 1 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലായോ? ഈ പറഞ്ഞതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ഡിഫറൻസ് എടുത്തതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എന്താണ്? അടുപ്പിച്ചുള്ള 2 കൊല്ലത്തെ അടുപ്പിച്ചുള്ള വർഷങ്ങളിലെ ഫൈനൽ എമൗണ്ടിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ 3 ഇയറിലും 2 ഇയറിലും തമ്മിലുള്ള ആ ഒരു ഫൈനൽ എമൗണ്ടിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ കിട്ടിയ 40 എന്താണ്? 1 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ? എത്രയാണ്? 1 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. എനിക്ക് വേണ്ടത് പ്രിൻസിപ്പൽ സം ഓഫ് മണിയാണ്. നോക്കുക, ആ സം ഓഫ് മണി കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 കൊല്ലത്തെ കേസ് എടുക്കാം, അല്ലെങ്കിൽ 3 കൊല്ലത്തെ കേസ് എടുക്കാം. ഞാൻ ഇവിടെ 2 കൊല്ലത്തെ കേസ് എടുക്കാം. 880 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 2 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2 into 40 ആണ് അല്ലെ? അപ്പോ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര കിട്ടും ഇവിടെ? 880 മൈനസ് 80, 800 രൂപ കിട്ടും അല്ലെ? എത്രയാണ്? 800 രൂപ കിട്ടും. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ നിങ്ങളെ? ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ എല്ലാവർക്കും? കോൺസെപ്റ്റ് മനസ്സിലായോ? അങ്ങനെയാണ് എങ്കിൽ ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. ഉത്തരം കിട്ടിയോ മക്കളെ? കോൺസെപ്റ്റ് ഇവിടെ സിമ്പിൾ ആണ്. 500 രൂപ ₹500 was invested at 12% per annum simple interest, and a certain sum of money is invested at 10% per annum simple interest. The sum of interest on both sum after 4 years is 480. The later sum is എത്രയാണെന്നാണ് ചോദിച്ചത്. 500 രൂപ 1 കൊല്ലം 12% പലിശയ്ക്ക്. എത്ര കൊല്ലത്തേക്ക്? 4 കൊല്ലം. അതുപോലെ തന്നെ എത്രയാണ്? എത്രയോ എമൗണ്ട് നമുക്ക് അറിയത്തില്ല. സപ്പോസ് അത് എക്സ് ആണെന്ന് വിചാരിക്കുക. എത്ര ശതമാനം പലിശ നിരക്കില്? 10% പലിശ നിരക്കില്. ഓക്കെ, അത് എത്ര കൊല്ലത്തേക്കാണ്? മൊത്തം ഓരോന്നും ഇട്ടത് എത്ര കൊല്ലമാണ്? 4 കൊല്ലത്തേക്കാണ് അല്ലെ? ഇൻറ്റു 4. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയത്? 480 രൂപ കിട്ടി അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 480 രൂപ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആ ലേറ്റർ സം, അതായത് എക്സിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇതെത്ര കിട്ടൂടാ? 60 കിട്ടും അല്ലെ? പ്ലസ് ഇതെത്ര കിട്ടും? x/10 is equal to ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ 480 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടൂടെ? 120 കിട്ടും അല്ലെ? x/10 എന്ന് പറയുന്നത് എത്ര കിട്ടും? അപ്പുറത്തേക്ക് പോകുമ്പോൾ 60. എക്സിന്റെ വാല്യൂ എത്ര കിട്ടൂടാ? 600 കിട്ടും അല്ലെ? അപ്പൊ എത്ര രൂപയാണ് 10% പലിശ നിരക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്? 600 രൂപയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താൽ മക്കളെ. The sum of money that will give ₹1 as interest per day at a rate of 5% per annum. Simple interest is എത്രയാണ്? 7300 കിട്ടി അല്ലെ? അതായത് മക്കളെ ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 കൊല്ലം അല്ലെങ്കിൽ 365 ദിവസത്തിന്റെ കേസ് എടുത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ദിവസം 1 രൂപ വെച്ച് 1 കൊല്ലം ₹1 per day ആണ് അല്ലെ? അങ്ങനെയാണ് എങ്കിൽ 1 ഇയറിൽ മൊത്തം 365 ദിവസം ഉണ്ടെന്ന് അറിയാം അല്ലെ? അപ്പൊ എത്രയാണ്? 365 രൂപയാണ് എന്തായിട്ട് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി പറയുന്നുണ്ട് ആ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണ്? P% ആണ് അല്ലെ? എത്രയാണ്? 5% ആണ്. അതായത് നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് SI എന്ന് പറഞ്ഞാൽ എന്താണ്? PNR/100 ആണ് അല്ലെ? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 365 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി 1 കൊല്ലം. എങ്ങനെയാണ്? ഏതോ ഒരു P എമൗണ്ട് എത്ര കൊല്ലത്തേക്ക്? 1 കൊല്ലത്തേക്ക്. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് എങ്കിൽ P എന്ന് പറയുന്നത് എത്ര കിട്ടൂടാ? 365 into 100 divided by 5.
എത്ര കിട്ടും? 7,300 രൂപ കിട്ടും അല്ലെ. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 7,300 രൂപയാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എത്രയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്? 7,300 ആണ്. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവരും മനസ്സിലായവർ 1 രൂപ, മനസ്സിലാവാത്തവർ 0 രൂപ. ഡൗട്ട് ഉള്ളത് ചോദിക്കുക. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അതിനകത്ത് ആകപ്പാട് 4-5 പേര് മാത്രമേ ഇങ്ങനെ റിപ്ലൈ തരുന്നുള്ളൂ. ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചുമ്മാ ഇരിക്കുവാണ്. പെട്ടെന്നാടെ. ഇൻ വാട്ട് ടൈം വിൽ ₹8,000 at 3% per annum produce same interest as ₹6,000 does in 5 years at 4% simple interest? പെട്ടെന്നാണ്. എത്ര ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. 8,000 രൂപയ്ക്ക് 3% പെർ ആനത്തിൽ എത്ര കൊല്ലം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ്? 6,000 രൂപയ്ക്ക് 5 കൊല്ലം കൊണ്ട് 4% സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കുന്ന എമൗണ്ട്. ഇപ്പൊ രണ്ടിടത്തേയും സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആണ് അല്ലെ. അതായത് 8,000 രൂപ 3% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് n ഇയേഴ്സിൽ ഉണ്ടാക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും 6,000 രൂപയ്ക്ക് 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 കൊല്ലത്തേക്ക് ഉണ്ടാക്കുന്ന ഇതും എന്താണ്? സെയിം ആണ്. ഇതും ക്യാൻസൽ ആയി. n എന്ന് പറയുന്നത് 6,000 ഇൻറ്റു 4 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 8,000 ഇൻറ്റു 3. ഇത് 2,000 വരും. ഇതൊന്നും ക്യാൻസൽ ആയി പോവും. എത്ര കൊല്ലം വരും ഇവിടെ? 5 ഇയേഴ്സ് വരും അല്ലെ. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ളൂ. 5 ഇയേഴ്സ്. 5 കൊല്ലം കൊണ്ട്. 5 കൊല്ലം കൊണ്ടാണ് ആ ഒരു എമൗണ്ട് അത്രയും വേദിച്ചു. സോറി, ആ എന്താണ് സെയിം ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത് 5 കൊല്ലം കൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ ഇതൊന്ന് ചെയ്തേ. The rate of simple interest for which ₹6,000 will amount to ₹6,900 in 3 years. 6,000 രൂപ 3 കൊല്ലം കൊണ്ട് ഏത് പലിശ നിരക്കിലാണ് 6,900 രൂപയായി മാറുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കിട്ടിയോ? ഏതാണ്? 5% അല്ലെ. എന്താണ് അതിന്റെ കോൺസെപ്റ്റ്? 6,000 രൂപയുണ്ടല്ലേ. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6,900 രൂപയാകുന്നു 3 ഇയർ കൊണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. 6,000 രൂപ 6,900 രൂപയാകുന്നു 3 കൊല്ലം കൊണ്ട്. ഇതെന്താണ് അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതെന്താണ് ഇവിടുത്തെ ഫൈനൽ എമൗണ്ട്. ഡിഫറൻസ് എത്രയാണ്? 900 ആണ് അല്ലെ. ഇതെന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എത്ര കൊല്ലത്തെ? 3 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. Therefore 1 ഇയർ ആവുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 300 രൂപയാണ് അല്ലെ. 1 ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 300 രൂപയാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത് അല്ലെ. 6,000 രൂപയ്ക്ക് 1 കൊല്ലം കൊണ്ടുണ്ടാവുന്ന പലിശ 300 രൂപ. അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്രയാണ്? അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്രയാണ്? ഇതൊന്നും ക്യാൻസൽ ആവാൻ എത്ര കിട്ടൂടെ? 20 കിട്ടും അല്ലെ. It will be equal to 5%. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണ് 5%. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? ക്ലിയർ ആണോടെ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്തതായി ക്വസ്റ്റ്യൻ നോക്കേ. A sum of money becomes 7/6 of itself in 3 years at a certain rate of simple interest. The rate per annum is പെടുന്നത്. A sum of money becomes 7/6 of itself in 3 years at certain rate of simple interest. The rate per annum is. The rate per annum is. അതായത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. A sum of money becomes 7/6 of itself in 3 years. 3 കൊല്ലം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു മണി അതിന്റെ 7/6 ടൈംസ് ആണ്. നമുക്ക് ഇവിടെ വേണ്ടത് ദാണ്ട് ഈ 7/6 ആണ് നമുക്ക് എടുക്കേണ്ടത്. മക്കളെ ഇവിടെ 7/6 ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 6 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര രൂപയായിട്ട് മാറുന്നു? 7 രൂപയായിട്ട് മാറുന്നു. എന്താണ്? 6 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ 3 കൊല്ലം കൊണ്ട് 7 രൂപയായിട്ട് മാറുന്നു. അതായത് 6 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേഷ്യോ ആണ്, 7 എന്ന് പറയുന്നത് ഫൈനൽ എമൗണ്ടിന്റെ റേഷ്യോ ആണ്. ഈ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടൂടെ? 1 കിട്ടും അല്ലെ. അത് എന്തിന്റെ റേഷ്യോ ആണ്? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേഷ്യോ. ഇത് എത്ര കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്? 3 കൊല്ലത്തെ കേസാണ്. കാരണം ദ സം ഓഫ് മണി ബിക്കം 7/6 ഓഫ് ഇറ്റ്സെൽഫ് ഇൻ 3 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോ 6 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ 3 കൊല്ലം കൊണ്ട് 7 രൂപയായിട്ട് മാറി.
അങ്ങനെയാണ് എങ്കിൽ ഡിഫറൻസ് ആയിട്ടുള്ള 1 rupees എന്താണ് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എന്താണ് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. നമ്മളത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ റേറ്റ് പെർസെന്റേജ് പെർ ആനം? നോക്കണേ, 3 കൊല്ലം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് 1 രൂപയാണ്. 1 ഇയർ കൊണ്ട് എത്രയാകും? 1/3 ആകും അല്ലെ. 1 ഇയർ കൊണ്ട് എത്രയാകും? 1/3. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ മൊത്തം 6 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എന്താണ്? മൊത്തം 6 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ കിട്ടിയത് എത്രയാണ്? 1/3 ആണ് കിട്ടിയത് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്രയും which will be equal to ഇത് കൂടെ ക്യാൻസൽ ആവാൻ നേരത്ത് ഇവിടെ 3 വരും, ഇവിടെ എത്ര വരും? 50 വരും അല്ലെ. 50/9 which is equal to 5 and 5/9%. 6 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 1 കൊല്ലം 1/3 rupees കിട്ടി. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 100 എത്രയാണ്? 5 and 5/9. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോടെ? കുഞ്ഞുങ്ങളെ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്? ക്ലിയർ ആണല്ലോ? ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. ഈ ക്വസ്റ്റ്യൻ അതേ മോഡൽ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിനകത്തിൽ തന്നെ ഞാൻ ഇപ്പം പഠിപ്പിക്കാത്തൊരു പോർഷൻ ഉണ്ട്. കാരണം അത് ഞാൻ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന പോർഷൻ വരുമ്പോഴത്തേക്ക് ഞാനത് എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെ ആയതുകൊണ്ടാണ്. ഇവിടെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും, ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒരു ആവറേജിന്റെ ഒരു കോൺസെപ്റ്റിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴേ ഞാൻ എടുക്കുന്നില്ല. കാരണം ഞാൻ ഇനി അത് പിന്നെ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുമ്പോൾ അവിടെ ഞാൻ അത് എടുക്കത്തുള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കാൻ നേരത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു പോർഷൻ പഠിപ്പിക്കാത്തത് എന്താണെന്നൊരു ഇത് വരും. കാരണം ഇതിനകത്ത് ഒരു ആവറേജിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഒരു ആവറേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അത് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് ഞാൻ അവിടെ പഠിപ്പിക്കത്തുള്ളൂ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ ആകും. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. എ സം ഓഫ് മണി ബിക്കംസ് 41/40 ഓഫ് ഇറ്റ്സെൽഫ് ഇൻ 1/4 years അറ്റ് എ സർട്ടൻ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ആണ് നമ്മളത് ചോദിച്ചത്. നോക്കുക, ഇവിടുത്തെ കേസ് തന്നെ നോക്കാം. 41/40 അതായത് 40 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് എങ്കിൽ 41 രൂപ എന്താണ്? ഫൈനൽ എമൗണ്ട് ആണ് അല്ലെ. ഈ ഡിഫറൻസ് ആയിട്ടുള്ള 1 ആണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്ര കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്? 1/4 years, അതായത് 3 മാസത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് 1/4 ഇയേഴ്സിൽ 1. അപ്പോൾ 1 ഇയർ ആകുമ്പോൾ എത്രയാണ്? 4 രൂപയാണ് അല്ലെ. 1 ഇയർ ആകുമ്പോൾ 4 രൂപ. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം 40 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 1 കൊല്ലം 4 രൂപ. അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്ര കിട്ടൂടാ? 10% കിട്ടും അല്ലെ. എത്ര കിട്ടും? 10% കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 10% ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലാണേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്? ക്ലിയർ ആണല്ലോ? ഇതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. അത് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. A certain sum of money becomes 3 times of itself in 20 years at a simple interest. In how many years does it become double of itself at the same rate of simple interest? ഇത്രയേ ഉള്ളൂ. 20 കൊല്ലം കൊണ്ട് എന്താകും? ഒരു എത്രയോ എമൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ 3 ഇരട്ടിയാണ് എനിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് എങ്കിൽ അത് 2 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ സെയിം സിമ്പിൾ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2 ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എത്ര കൊല്ലം എടുക്കുമെന്നാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഞാൻ പി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അത് എത്രയായിട്ട് കിട്ടി? 3 ടൈംസ് ആയല്ലേ. 3p ആയി. എത്ര കൊല്ലം കൊണ്ടാണ് ആ 3p ആയിട്ട് മാറുന്നത്? 20 ഇയേഴ്സ് കൊണ്ടാണ് അല്ലെ. അതായത് പി എമൗണ്ട് ഡെപ്പോസിറ്റ് ആയാൽ 3p എമൗണ്ട് ആയിട്ട് 20 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും. വിച്ച് മീൻസ് ആ 3pയില് പ്രിൻസിപ്പളും ഉണ്ട്. അത് എത്രയാണ്? p ആണ് അല്ലെ. ബാക്കി 2p എന്താണ്? അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇൻ എഫക്ട് ഞാൻ പറഞ്ഞ എന്താണ്? പി എമൗണ്ടിന് 2p എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ എന്താണ്? പി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 2p എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ എത്ര കൊല്ലം എടുത്തേ? 20 കൊല്ലം എടുത്തു അല്ലെ. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ചോദിച്ചേക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ സെയിം പി എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് 2p എമൗണ്ട് ആകാൻ എത്ര സമയം? 2p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? p എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതേപോലെ തന്നെ
അടുത്ത പി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് ചോദിച്ചേക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, പി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിയുമ്പോഴാണ് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും പി എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. നോക്കുക, പി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, 20 കൊല്ലം കൊണ്ട് 2p എമൗണ്ട് ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ പി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2p ആകാൻ 20 കൊല്ലമാണ് എങ്കിൽ പി എമൗണ്ട് പി ആകാൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് പി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കൊല്ലം മതിയുടെ? അതിന്റെ പകുതി കൊല്ലം മതി, 10 years. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് ഏതിനകത്തിൽ മാത്രമേ ബാധകമാകത്തുള്ളൂ? സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ ഈ ഒരു ടെക്നിക്ക് ബാധകമാകത്തുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്തിൽ ഇത് ബാധകമാകത്തില്ല, കാരണം അവിടെ കോൺസെപ്റ്റ് വേറെയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രയോ ഒരു എമൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, 20 കൊല്ലം കൊണ്ട് ആ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ 3 ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടും. ദാറ്റ് മീൻസ് പി ഇട്ട് കഴിഞ്ഞാൽ 3p ആണ്. ഏതോ ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ ആ സെയിം എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര കൊല്ലം കൊണ്ടാണ് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നത് അറ്റ് സെയിം റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്? കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, പി എമൗണ്ട് 3 ഇരട്ടിയാകുന്നു, 3p ആകും. എത്ര കൊല്ലം കൊണ്ട്? 20 കൊല്ലം കൊണ്ട്. ദാറ്റ് മീൻസ് 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലെ. ബാക്കി 2p ആണ് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് പി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 20 കൊല്ലം കൊണ്ട് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2p ആയി. ഇനി നോക്കുക, നമ്മൾ ചോദിച്ചേക്കുന്നത് ഈ സെയിം പി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കൊല്ലം കഴിയുമ്പോൾ എനിക്ക് 2p എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും? ഈ 2p എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ടോട്ടൽ എമൗണ്ട് ആണ് അല്ലെ. ടോട്ടൽ എമൗണ്ട് എന്താണ്? അവിടുത്തെ ടോട്ടൽ എമൗണ്ട് ആണ്. പി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, സോറി പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. മറ്റേത് പി എന്താണ്? അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. അതായത് പി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ സെയിം പി എമൗണ്ട് തന്നെ എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കൊല്ലങ്ങൾക്ക് ശേഷം കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് 2p എമൗണ്ട് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തു, എത്ര കൊല്ലം കൊണ്ട്? 20 കൊല്ലം കൊണ്ട്. അങ്ങനെയാണ് എങ്കിൽ പി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് സെയിം പി എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ആവുന്നത്, സോറി ജനറേറ്റ് ആവുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട്? 20 കൊല്ലം എടുത്ത് 2p സിമ്പിൾ ഇൻട്രസ്റ്റ് ആയി. അപ്പം പി അതിന്റെ പകുതി ആകാൻ വേണ്ടി എത്ര സമയം മതി? പകുതി സമയം മതി, 10 year. കാരണം എന്താ? നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100 ആണല്ലേ. പ്രിൻസിപ്പലിന് മാറ്റമില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് മാറ്റമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് പകുതിയാണെങ്കിൽ പകുതിയാവുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സും പകുതിയാവുകയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 മടങ്ങാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സും 2 മടങ്ങാവുകയാണ്. നമ്മുടെ ബേസിക് ഇക്വേഷൻ ഏതാണ്? ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണേ, നോക്കി വെച്ചേക്കണേ. പരീക്ഷയ്ക്ക് ചോദിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതും അതേപോലത്തെ കോൺസെപ്റ്റാണ്. പെട്ടെന്ന് പറഞ്ഞോ, ആരാ വിളിച്ചേ? സാർ നമ്മൾ ആ 3p ഇല്ലേ, സാർ ആ 3p എങ്ങനെ 2p എങ്ങനെ വന്നോ? എടാ, പി എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, 20 കൊല്ലം കൊണ്ട് 3 ഇരട്ടി ആവുക എന്നാണ് പറയുന്നത്. അതായത് 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ എമൗണ്ട് ആണ് 3p ആവുന്നത്. ഓക്കെ, നമുക്കറിയാം ഫൈനൽ എമൗണ്ട് എ എന്ന് പറയുന്നത്, എന്താണ്? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? ആണോ? പി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ 3 ഇരട്ടി 3p ആയി. വിച്ച് മീൻസ് ആ 3pയില് ഓൾറെഡി എന്തുണ്ട്? പി ഉണ്ടല്ലേ. ബാക്കി എന്താണ്? 2p ആണ് അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ചോദിച്ചാരായിരുന്നു? ഹലോ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതൊന്നും ചെയ്താണോ? പെട്ടെന്നോട്ടെ ഇതൊന്നും ചെയ്തേ ഫാസ്റ്റ് ആയിട്ട്. ചെറിയൊരു ട്രിക്കായിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ശരിയാക്കുന്ന ആൻസർ എല്ലാം ദൈവം സഹായിച്ച തെറ്റാണ്. ചെറിയൊരു ട്രിക്കായിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? പ്രസിദ്ധികളെ, at what rate per percentage per annum will be simple interest on a sum of money will be 2/5 of amount in 10 years. അതായത് ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് 10 കൊല്ലം കൊണ്ട് ഏതോ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ എമൗണ്ടിന്റെ 2/5 ആവുന്നു. അതായത് 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനുകളിൽ ചെയ്തപ്പോൾ അവിടെ എന്താണ്? 41/40 ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 41 മടങ്ങാവുന്നു. അതാണ് അർത്ഥം. ഇവിടെ പക്ഷെ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 2/5 ഓഫ് എമൗണ്ട് ആണ്, ഇറ്റ്സെൽഫ് അല്ല, എമൗണ്ട് ആണ്. വിച്ച് മീൻസ് ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ എമൗണ്ട് ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഏതോ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് പി, ആ പ്രിൻസിപ്പൽ എമൗണ്ടിന് 10 കൊല്ലം കൊണ്ടുണ്ടാകുന്ന
എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സോറി സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 കൊല്ലം കൊണ്ടുണ്ടാവുന്ന ഫൈനൽ എമൗണ്ടിന്റെ 2/5 പാർട്ടാണ്. നോട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെത്, ബട്ട് എന്താണ് ഫൈനൽ എമൗണ്ടിന്റെ. ക്ലിയർ ആണല്ലോ? എത്രയാണ്? ഫൈനൽ എമൗണ്ട്. അപ്പോ അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, സോറി 10 കൊല്ലം കൊണ്ടുണ്ടായ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ഫൈനൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. സോ ഈ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും അല്ലെ? അതെന്താണ്? അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇനി നോക്കുക, അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് മൊത്തം 3 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ, എന്താണ്? മൊത്തം 3 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 2 10 കൊല്ലത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 കൊല്ലത്തേക്ക് 2 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് എത്രയാണ്? 1/5 ആണ് അല്ലെ? ഒരു കൊല്ലത്തേക്ക് എത്രയാണ്? 1/5. അതായത് 3 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു കൊല്ലത്തേക്ക് 1/5. അങ്ങനെയാണ് എങ്കിൽ ഔട്ട് ഓഫ് 100 എത്ര കിട്ടും? 1/5 × 3 × 100 എന്ന് കിട്ടും. ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരും? 20 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 6 and 2/3%. എത്രയാണ്? 6 and 2/3%. 4 ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? 6 and 2/3% ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായോ? P എങ്ങനെ 3 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, അറ്റ് വാട്ട് പെർസെന്റേജ് പെർ ആനം വിൽ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി വിൽ ബി 2/5 ഓഫ് എമൗണ്ട് ഇൻ 10 years. 10 കൊല്ലം കൊണ്ടുണ്ടാകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്, ഏതോ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് പിയിൽ 10 കൊല്ലം കൊണ്ടുണ്ടാകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ എമൗണ്ടിന്റെ 2/5 പാർട്ടാണ്. അതായത് 2/5 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനലി കിട്ടുന്ന എമൗണ്ട് ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്? ഫൈനൽ എമൗണ്ട് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്ത് കിട്ടും? പ്രിൻസിപ്പൽ കിട്ടും. അങ്ങനെയാണ് പ്രിൻസിപ്പൽ 3 ആയത്. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോടെ? പറഞ്ഞോളൂ സാർ. നമ്മളിത് പറഞ്ഞത് മുകളിലുള്ളത് ഫൈനൽ എമൗണ്ട്, നോക്ക്, സം ഓഫ് മണി ബിക്കംസ് 41/40 ഓഫ് ഇറ്റ്സെൽഫ്. എന്താണ്? 40 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 41 രൂപയായിട്ട് മാറുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ അറ്റ് വാട്ട് പെർസെന്റേജ് പെർ ആനം വിൽ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സം ഓഫ് മണി. ഇവിടെ കാൽക്കുലേറ്റ് തന്നേക്കുവാണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് 10 കൊല്ലത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് സം ഓഫ് മണിയുടെ എത്ര, ഏതോ ഒരു സം ഓഫ് മണി, ദാറ്റ് മീൻസ് ഏതോ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ അകത്തിൽ ഉണ്ടാകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടായ എമൗണ്ടിന്റെ 2/5 ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ എമൗണ്ട് എത്രയാണോ അതിന്റെ 2/5 ആണ്. മനസ്സിലായോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് മണി ബിക്കംസ് 41/40 ഓഫ് ഇറ്റ്സെൽഫ്. ദാറ്റ് മീൻസ് 40 രൂപ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് 41 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 41 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഫൈനൽ എമൗണ്ട് ആണ്. 40 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് തന്നേക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി വിൽ ബി 2/5 ഓഫ് ദ എമൗണ്ട്. അതായത് എമൗണ്ട് എത്രയാണോ, 10 കൊല്ലം കൊണ്ടുണ്ടാകുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 2/5 പാർട്ടാണ് ആ 10 കൊല്ലം കൊണ്ടുണ്ടാകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. അതാണ് അവിടുത്തെ ഡിഫറൻസ്.